നല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയി കഴിഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ദിവസം പുട്ടുണ്ടാക്കിയതല്ലേ, പിന്നെ എന്താണ് വീണ്ടും പുട്ടുണ്ടാക്കുന്നതെന്ന്. ഇന്നത്തെ പുട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ആവശ്യത്തിന് തേങ്ങ ചിരവിയത്, പിന്നെ തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 4 ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹണി സനീഷാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ആ കുട്ടി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമല്ലോ എന്ന് വിചാരിച്ചു. അത് മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മലപ്പുറത്താണെന്ന് തോന്നുന്നു ഇതുപോലെ പുട്ടുണ്ടാക്കുന്നത് ഈ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തേങ്ങ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാണ്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കാൻ ഹണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര ഞാൻ ഡയറക്റ്റ് നമ്മുടെ പുട്ടുപൊടിയിലേക്കാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിരിക്കും നമ്മൾ പുട്ടുപൊടിയിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ പഞ്ചസാര. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി പഞ്ചസാര ഒന്ന് പുട്ടുപൊടിയിലേക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയുടെ അളവും തേങ്ങയുടെ അളവും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. നിങ്ങളെടുക്കുന്ന പുട്ടുപൊടിയും ഞാൻ എടുക്കുന്ന പുട്ടുപൊടിയും അളവിൽ വ്യത്യാസം വരാം. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള പുട്ടിൻ്റെ പൊടിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് നനഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിതൊരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ ഈ പുട്ടുപൊടി. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുക. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. തേങ്ങ വെള്ളം മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ കുഴിച്ച് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലും തളിച്ചു കൊടുക്കുക. ഞാൻ ചെയ്യാറുള്ള രീതിയാണ്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ജീരകം ചതയ്ക്കുന്നില്ല കേട്ടോ, ജീരകം ചതയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളി മാത്രം നമുക്ക് ചതച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതുപോലെ ചതച്ചിട്ടുള്ളൂ, നന്നായിട്ട് ഫൈനായിട്ട് ചതച്ചിട്ടില്ല. ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ചതച്ച് ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ചതച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതലായി പോകും. അതുകൊണ്ടാണ് ഞാൻ ചതയ്ക്കാതെ ഇതുപോലെ ചേർത്തത്. നമ്മൾ തിരുമ്മി മിക്സ് ചെയ്യുമ്പോൾ അവലോസ് പൊടിയൊക്കെ തിരുമ്മി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരില്ല. അതിൽ നമ്മൾ ചതയ്ക്കാതെ അല്ലേ ചേർക്കുന്നത്. അതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ ഈ ജീരകത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് മുഴുവനായിട്ടും വരും കേട്ടോ. അതാണ് ഞാൻ അവലോസ് പൊടിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി പാകത്തിന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ആക്കി ഇങ്ങനെ വെക്കാം. ഇതാണ് ഞാൻ ചെയ്യാറുള്ള ഒരു രീതി. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ തളിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ മിക്സ് ചെയ്യില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങ മിക്സ് ചെയ്യുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളമല്ല, ഒരു 2-3 കൈ വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടി ഡ്രൈ ആവാതെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് കണ്ടോ, നന്നായിട്ട് സോക്കായിരിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തേങ്ങയും കൂടി ചേർക്കുക. അപ്പോൾ ഞാൻ പുട്ട് കുക്ക് ചെയ്യാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടുകൂടത്തിൽ. കട്ട ഉടഞ്ഞു വരുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ, വെള്ളം അളവ് കറക്റ്റ് ആയിരിക്കും. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊന്ന് പതുക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ പുട്ടിൻ്റെ നനവ് നോക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ പുട്ടുപൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയി കിട്ടിയാൽ പുട്ടിൻ്റെ നനവ് കറക്റ്റാണ്. അത് പൊടിക്കുമ്പോൾ കറക്റ്റായിട്ട് പൊടിഞ്ഞു വരികയും ചെയ്യണം.
ഇങ്ങനെയാണ് പുട്ടിൻ്റെ നനവ് നോക്കുക. അത് പലപ്പോഴും പല വീഡിയോയിലും പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതിരുന്നത്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇടയ്ക്കും തേങ്ങ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറേ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക. സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പുട്ടുപൊടി ഫില്ല് ചെയ്യുക. അത് നമുക്ക് എത്ര പീസായിട്ട് വേണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസായിട്ടാണ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ല ഉള്ളിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന രീതി തന്നെയാണ് പുട്ടുണ്ടാക്കുക എന്നുള്ളത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, വീണ്ടും വീണ്ടും ഓരോ പുട്ടുണ്ടാക്കുമ്പോഴും ഇത് പറയുന്നത് എന്തിനാ എന്ന് വിചാരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞത്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ വെച്ചിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക്, നമ്മുടെ പുട്ടുകുടത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിന് നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. ആവി വന്നിട്ടൊരു 3 മിനിറ്റെങ്കിലും വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ പുട്ട് കുത്താനായിട്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം കുറച്ചിട്ട് പുട്ട് കുത്താൻ പോവാണ്. എനിക്ക് ഒരു പ്രാവശ്യം കൂടി പുട്ട് വയ്ക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് പുട്ട് കുത്താം. പ്രസൻറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് പുട്ട് കുത്താത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടോടുകൂടി സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുത്തിയിട്ട് പിന്നെ നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. നല്ല ആവി പറക്കുന്ന പുട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി കറിയുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കുക. കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പഴത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആ ജീരകവും പഴവും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ പുട്ട് റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഹണിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഇതുപോലൊരു റെസിപ്പി ഷെയർ ചെയ്ത് തന്നതിന്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.